അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ഏതൊക്കെ കേസിൽ ഉൾപ്പെടുന്നു, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഒരു MLA ആണ്, തുടർച്ചയായി ഇങ്ങനെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാവുകയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ നിലയിലല്ല, അല്ലാതെ ഒരു ക്രിമിനൽ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു അറസ്റ്റിലാവുന്നതും ഒക്കെ പ്രതികരിക്കേണ്ടതല്ലേ? അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? പണ്ട് വടക്കമ്പാട്ടിൽ പറഞ്ഞ പോലെ ഒതേനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്തം? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരുതാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇനി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ. അത് അവർ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ച് ധാരാളം പറയാനുണ്ട്. ഞങ്ങളുടെ പാർട്ടിയാണ് സ്റ്റേയുടെ ആക്ഷൻ എടുത്തത്. നേരെ മറിച്ച് ഇത് ചെയ്തവരെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ. ഇതറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ചിട്ട് പോലും അതിൽ പറഞ്ഞിട്ട് ആളെ 2 തവണ സ്ഥാനാർത്ഥിയാക്കി. 2021 ആക്കി, 24 ആക്കി. അപ്പം അങ്ങനെയുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞ്